ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഐറ്റത്തിൻ്റെ പേര് ഗനാഷ് കേക്ക് പുഡിംഗ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെപ്സിലേക്ക് കടക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അരിച്ചെടുക്കാം. നമ്മുടെ പൊടി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ 3 മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതിടാം. പൊടിച്ച പഞ്ചസാര. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആഡ് ചെയ്യുന്നുണ്ട്. അലിഞ്ഞ് തുടങ്ങിയ ബട്ടറാണ് റൂം ടെമ്പറേച്ചറുള്ളത്, അൺസോൾട്ടഡ് ബട്ടർ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ബട്ടർ ഇടാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒരു 80 മില്ലി ഓയിൽ ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ചൂട് വേണ്ട, എന്നാൽ തണുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആവാനും പാടില്ല. ഈ സമയത്ത് നമ്മൾ അവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഈ അരിച്ചു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ ചേർക്കാം. ആദ്യം ഹാഫ് ഇടുക, എന്നിട്ട് ഒന്ന് ഇളക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നമുക്ക് കാണാം അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം ഇങ്ങനെ ഒരു ട്രേയിൽ നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുക. എന്നിട്ട് നമുക്ക് പകർത്താം. ഇത് കുറച്ച് ലൂസായിരിക്കും, സാരില്ല. അപ്പോൾ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഇത് 20 to 25 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. നമുക്കൊരു 19 മിനിറ്റ്സ് ആകുമ്പോൾ വന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളിനി ഫോർക്ക് വെച്ച് നന്നായിട്ട് ഹോൾസ് ഉണ്ടാക്കാം. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഈ പാലും കൊക്കോ പൗഡറും ചേർന്ന ഈ ലിക്വിഡ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ചൂടുണ്ടാവും, സാരമില്ല. ഇത് മൊത്തം ഇത് അബ്സോർബ് ചെയ്യും. നല്ല ചൂടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആക്കും. ഇങ്ങനെ ഈ ചോക്ലേറ്റ് മിൽക്ക് ഇങ്ങനെ നിൽക്കണ പോലെ നമുക്ക് തോന്നും, പക്ഷെ സാരയിലേക്ക് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. മിനിമം 30 മിനിറ്റ്സ്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ഒഴിച്ചിട്ട് നമ്മളത് അടിച്ച് നോക്കാം. ഞാനിതിപ്പോൾ ഒരു 6 മിനിറ്റ് ബീറ്റ് ചെയ്തു. നല്ല സൂപ്പറായിട്ട് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതും കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ച കേക്കും നമ്മൾ ചെയ്ത ഈ ക്രീമും എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ മുകളിൽ ഇടാൻ പോവാണ്. നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്.
എല്ലായിടത്തും ഒന്ന് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഒരു പാത്രത്തിൽ ഇങ്ങനെ നല്ല വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു സാധാരണ വെള്ളം. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു പാത്രം ഇറക്കി വെക്കുക. ആ പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുക. ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാവാനായിട്ട് അനുവദിക്കുക. ഇത് നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതിൽ ഉരുകി ചേരും. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്കിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഉണ്ടാക്കിയ അത് ഒഴിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മളുണ്ടാക്കിയ ആ ഗനാഷ് പതുക്കെ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ഇതിങ്ങനെ ഒരു ലെയർ ഫോം ചെയ്യണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിരിക്കുന്നുണ്ട്. ഇത് നമ്മളിനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗനാഷ് കേക്ക് പുഡിംഗ് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്ക് ഇതിന്റെ പെർഫെക്ഷൻ തിളങ്ങണ കണ്ട മോള്. ടേസ്റ്റ് ചെയ്ത് നോക്കണേ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ മുറിക്കട്ടെ? വൈകണ്ട വേഗായിക്കോട്ടെ. കാണുമ്പോ തന്നെ ഒന്നും പറയാനില്ല, അത്രയ്ക്കും ഇതൊരു ഭംഗിയായിരിക്കുന്നു. ഈ ഭംഗി കാണുമ്പോ തന്നെ അറിയാം ഇതിന്റെ ടേസ്റ്റ് നല്ല മണം ഇപ്പോഴുണ്ട്. വായിലെ വെള്ളം. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കഴിക്കുന്നു. കഴിച്ചോ. ഓ, ഒന്നും പറയാനില്ല. സൂപ്പറായില്ലേ? ഇത്രയും സൂപ്പറായിട്ട് ഇത് മുഴുവൻ തിന്നണമെന്നുണ്ട്. അയ്യോ, ശരിയാവില്ല. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അമർത്തണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും. ടിൽ ദെൻ ബൈ.